നമ്മൾ വായിച്ചത് 2:4 വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. അത് കംപ്ലീറ്റ് ആയി ശുശ്രൂഷിച്ചില്ലായിരുന്നു. ഇന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാം. ശബ്ദം ഉയർത്തി ഒരാൾക്ക് തിരുവഴുത്ത്. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം ദാസന്മാരെന്നത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സുഫിയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന തിരുവചനത്തിനായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആരംഭിച്ച ഈ പഠനം ഇന്ന് കർത്താവെ ധ്യാനിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ അനുഗ്രഹിച്ച, ഉദിപ്പിച്ച, പരിശുദ്ധാത്മാവിൽ നിറച്ച, സംസാരിച്ച അതേ ദൈവാത്മാവ് ഇന്ന് പകല് ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ദൈവിക ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന സകല ദുഷ്ട പൈശാചിക മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന് കീഴടങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനം ഏറ്റെടുക്കാൻ ജനത്തെ ഹൃദയംഗമായി ദൈവം ഒരുക്കണം. അവരുടെ മനസ്സും ശരീരവും ചിന്തകളും എല്ലാം കർത്താവെ ഇവിടെ തന്നെ ആയിരിക്കാൻ ദൈവം സഹായിക്കും. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരോ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞങ്ങളോ ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രസംഗം. നമ്മളെടുത്ത, ചിന്തിച്ച, ധ്യാനിച്ച വിഷയം ശുശ്രൂഷയുടെ കാഴ്ചപ്പാട് എന്ന സബ്ജക്റ്റ് ആയിരുന്നു. ശുശ്രൂഷയുടെ കാഴ്ചപ്പാട്. ശുശ്രൂഷയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ തുടങ്ങിയ വിഷയമാണെങ്കിൽ പോലും അത് വിവിധ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആ കാഴ്ചപ്പാടിനെ നയിച്ചു. കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ജോലിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അങ്ങനെ പല വിധത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ബുധൻ ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മളെ നയിക്കുവാനിടയായിട്ട്. കഴിഞ്ഞ ബുധനാഴ്ച വരാത്ത കുറെ പ്രിയപ്പെട്ടവർ ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓടിച്ച് ഒന്ന് പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് 1-ാം ലേഖനം എഴുതി 1 വർഷം തികയുന്നതിന് മുൻപ് എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർ 2-ാം ലേഖനം. ആ ലേഖനം പൗലോസ് എഴുതാൻ തന്റെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അപ്പോസ്തലിക അധികാരത്തെ താൻ ഉറപ്പിക്കുകയും ഉപദേശകന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുക. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, തന്റെ അപ്പോസ്തലിക അധികാരത്തെ ഉറപ്പിക്കാൻ താൻ നിർബന്ധിതനാകാനുള്ള കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു. കാരണമെന്ന് പറഞ്ഞാൽ പൗലോസിന്റെ അപ്പോസ്തലിക അധികാരത്തെ കോരിന്തിലുള്ള ആൾക്കാർ ചോദ്യം ചെയ്തു. അതുപോലെ ദുരുപദേഷ്ടക്കന്മാര് പറഞ്ഞു അവൻ സ്തോത്രം അഹങ്കാരിയാണ്, നിഗളിയാണ് എന്നൊക്കെ പറഞ്ഞ് പൗലോസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ദൈവം കൊടുത്ത അപ്പോസ്തലിക പദവിയെ ചോദ്യം ചെയ്യുവാനിടയായിത്തീർന്നു. അപ്പോസ്തലനായ പൗലോസ് എന്ന നാമകരണത്തിന്, പേരിന്, അധികാരത്തിന് എന്ത് യോഗ്യത? പൗലോസിന്റെ അധികാരത്തെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിനൊക്കെയുള്ള വ്യക്തിപരമാകുന്ന മറുപടിയാണ് 2-ാം ലേഖനം. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു പൗലോസ്. ദൈവം എന്താണ് എന്നെ ഏൽപ്പിച്ചത്? ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത്?
ദൈവം എന്തിനാണ് എന്നെ ഈ ശുശ്രൂഷയിൽ നിർത്തിയത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ആർക്കുണ്ടായിരുന്നു? പൗലോസിന് ഉണ്ടായിരുന്നു. നമുക്ക് പലർക്കും അതില്ല, അല്ലേ? നമ്മളെ എന്തിനാ ദൈവം വിളിച്ചത്? നമ്മളെ എന്തിനാ ഈ വിശ്വാസത്തിൽ നിർത്തിയിരിക്കുന്നത്? എന്തിനാ ദൈവം അഭിഷേകം പകർന്നത്? എന്തിനാ ആരാധിക്കുന്നു? ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടൊന്നും നമുക്ക് പലർക്കും ഇല്ല. എന്തിനാ ഈ കുടുംബത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടാക്കിയേ? എന്തിനാ ഈ ജോലിയിൽ ദൈവം എന്നെ ആക്കിയേ? എന്തിനാ ഈ രാജ്യത്തിൽ ദൈവം എന്നെ ആക്കിയേ? എന്തിനാ ഇന്ന ഇടത്ത് ദൈവം എന്നെ ആക്കിയേ? എന്തിനാ ഇന്നയാളുമായിട്ട് ദൈവം എന്നെ കൂട്ടിച്ചേർത്തേ? ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാടില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദമായിട്ട് പ്രസംഗിച്ചതാണ്. സോ അതുകൊണ്ട് അത്രയും വിശദമായിട്ട് എടുക്കുന്നില്ല. അപ്പൊ പൗലോസ് തന്റെ ശുശ്രൂഷയെ വെളിപ്പെടുത്തിയപ്പോൾ അതിന്റെ ഒന്നാമത്തെ കാര്യം പൗലോസ് പറഞ്ഞ എന്താണ്? ഹല്ലേലൂയ. ഒന്നാമത് പറഞ്ഞ കാര്യം നമ്മൾ ആ വാക്യത്തിൽ വായിച്ചിരുന്നു. ഞങ്ങളോ ഞങ്ങളെ പ്രസംഗിക്കുന്നില്ല. തന്റെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ കാഴ്ചപ്പാടാണ് പൗലോസ് അവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങളോ ഞങ്ങളെ പ്രസംഗിക്കുന്നില്ല. അതിന് ഞാൻ വ്യക്തമായ വിശദീകരണവും തെളിവും ഒക്കെ നിങ്ങൾക്ക് തന്നിരുന്നു. സോ അതൊന്നും ഇനി വിശദീകരിക്കാൻ നേരമില്ല. ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ പ്രസംഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. സ്തോത്രം. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളിൽ ഉള്ളതല്ല. മനസ്സിലായോ? ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളിൽ ഉള്ളതല്ല, കരുണയായി ഞങ്ങളിൽ ഉണ്ടാക്കിയതാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിതൃസ്വത്തോ ഞങ്ങൾ ജനിച്ചപ്പോ ഞങ്ങളുടെ അകത്തുണ്ടായിരുന്നതോ ഒന്നുമല്ല ഇത്. കരുണയാൽ ഞങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടതാണിത്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങളെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ലജ്ജാകരമാകുന്ന രഹസ്യങ്ങളെ ത്യജിച്ചു കളയാൻ ഞങ്ങളെയല്ല പ്രസംഗിക്കുന്നത്. ഞങ്ങളെ പ്രസംഗിച്ച ഞങ്ങൾ ഇതൊക്കെ മറച്ചു. തുറന്നടിച്ചു പറയണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് പ്രസംഗിച്ചാൽ പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താം. അപ്പൊ ലജ്ജാകരമാകുന്ന രഹസ്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ഞങ്ങൾ ത്യജിച്ചു. അതുകൊണ്ട് ഞങ്ങളെ അല്ല പ്രസംഗിക്കുന്നത്. മൂന്നാമത് പറഞ്ഞ കാര്യം, ഞങ്ങൾ ഉപായത്താലോ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല. ആ കൂട്ടത്തിൽ പെടുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ ഉപായത്താൽ നിങ്ങളുടെ ഇടയ്ക്ക് വന്നില്ല. ഞങ്ങൾ ഉപായങ്ങൾ നിങ്ങളുടെ അടുത്ത് പ്രസംഗിച്ചില്ല. ഉണ്ടോ? ഇല്ല. ദൈവവചനത്തിൽ അല്പം പോലും ഞങ്ങൾ കൂട്ടിച്ചേർക്കാതാണ് ദൈവവചനം ശുശ്രൂഷിച്ചത്. ഉപായത്താലോ വഞ്ചനയാലോ നിങ്ങളെ ഞങ്ങൾ ചതിച്ചിട്ടില്ല. കാരണം എന്നാ? ഞങ്ങളെ അല്ല പ്രസംഗിക്കുന്നു. ഇനി പൗലോസിന് ഞാൻ അത് ഒന്നുകൂടെ വെളിപ്പെടുത്തി തന്നിരുന്നു. പൗലോസ് പറഞ്ഞതാണ് ഹല്ലേലൂയ. അതിന് കാരണം എന്താ? തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചതിന്റെ കാരണം എന്താ? ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനെ കാണിക്കുവാനല്ല ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്, മനുഷ്യൻ കാണാനുമല്ല ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഞങ്ങളുടെ ഹൃദയം കാണുന്ന ഒരു ദൈവമുണ്ട്. അതാണ് പൗലോസ് വെളിപ്പെടുത്തിയത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, അങ്ങനെയെങ്കിൽ ആരെയാ പ്രസംഗിക്കുന്നത്? അവിടെ പൗലോസ് എന്ന് പറയുന്നു, 4:5 പറയുന്നു, ആരെയാ പ്രസംഗിക്കുന്നത്? ഞാൻ കർത്താവിനെ ക്രിസ്തുവിനെ ഞാൻ കർത്താവെന്ന് പ്രസംഗിക്കും. അതാണ് എന്റെ പ്രസംഗം. എന്റെ പ്രസംഗം അതാണ്. ഞാൻ ക്രിസ്തുവിനെ കർത്താവെന്ന് പ്രസംഗിക്കും. ഞാൻ ക്രിസ്തുവിനെ കർത്താവെന്ന് പ്രസംഗിക്കാൻ കാരണം എന്നുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു വിഷയം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? ധ്യാനിച്ചത്. ഒരു വിഷയം നമ്മൾ ധ്യാനിച്ചു. പൗലോസ് പറഞ്ഞു, പൗലോസിന്റെ കോരിന്തിലുള്ള രംഗപ്രവേശനം തന്നെ നോക്കിക്കൂ. കോരിന്തിൽ അപ്പോസ്തലനായ പൗലോസ്
താൻ രംഗത്തേക്ക് വന്നപ്പോ തന്നെ നോക്കിക്കോ, പൗലോസ് ഉച്ചത്തിൽ വിളംബരം ചെയ്തൊരു കാര്യമുണ്ട്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരുത്തി വന്ന് കേറിയപ്പോ തന്നെ ഡിക്ലെയർ ചെയ്തതാ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്രേ. രണ്ടാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ അത് വെളിപ്പെടുത്തി: ക്രിസ്തു കർത്താവെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു കർത്താവെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. അതിന് കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ കാരണം എന്താ ചിന്തിച്ച്? ദൈവപ്രതിമയായ ക്രിസ്തു, അല്ലെ? 4-ാം വാക്യം ഒന്ന് വായിച്ചു. ദൈവപ്രതിമയായ ക്രിസ്തു, തേജസ്സുള്ള സുവിശേഷം, പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സു കുരുടാക്കിയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ക്രിസ്തു കർത്താവെന്ന് ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാരണം ദൈവപ്രതിമയായ ക്രിസ്തു. അത് ഞാൻ വിശദീകരിച്ചതാ. ദൈവവചനം എടുത്തു തന്നെ വിശദീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവപ്രതിമയായ ക്രിസ്തു, തേജസ്സിന്റെ സുവിശേഷം തേജസ്സിന്റെ സുവിശേഷമാണ്. ഈ തേജസ്സിന്റെ സുവിശേഷണം പ്രകാശനം ചെയ്യാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം, അതായത് പിശാച്, ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. ആ കുരുട് മാറി അവരുടെ ഹൃദയം പ്രകാശിക്കണമെങ്കിൽ ക്രിസ്തു എന്ന പ്രസംഗം അവിടെ വെളിപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിന്റെയും മനസ്സിന്റെയും ഇരുട്ട് മാറി തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം വെളിപ്പെടണമെങ്കിൽ അവിടെ പ്രസംഗിക്കേണ്ടത് ക്രിസ്തുവിനെ അത്രേ. അതാ പൗലോസ് പറയുന്നത്. അതിനോട് ചേർന്നുള്ള ദൂതുകളൊക്കെ ദൈവാത്മാവ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മളോട് സംസാരിച്ചു. അപ്പൊ പറയാ, അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തിയ ദൂതായിരുന്നു ഒന്ന്, ഈ നാളുകളിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കുരുട് പിടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചം ചില ഹൃദയങ്ങളെ തുറക്കാൻ പോകുകയാണ്. രണ്ട് ദൈവാത്മാവൊരു നിയോഗമാണ് നമുക്ക് തന്നത്. ചില കുരുട് പിടിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കാൻ ഒരു സുവിശേഷത്തിന്റെ വക്താവായിട്ട് ദൈവം നിന്നെ നിർത്തും. അവിടെ പറഞ്ഞാണ്, ആ ദൂത് പറഞ്ഞാണ് നമ്മൾ ആരാധിച്ച് കഴിഞ്ഞ ബുധനാഴ്ച നിർത്തിയത്. ശ്രദ്ധിച്ചു കേൾക്കണേ ദൈവമക്കളെ. ഇനി ഞാൻ അതിന്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാ. ഈ പ്രവചന ശബ്ദത്തെ നിവർത്തീകരിക്കുന്ന ഒരു വാഗ്ദത്തം യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഒന്ന് വായിക്കാം നമുക്ക്. യെശയ്യാവ് 6-ാം അധ്യായം 10-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചത്. 10-ഉം 13-ഉം. ആദ്യം 10 വായിക്കും. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു. അപ്പൊ ഹൃദയം തടിപ്പിച്ചു, ചെവി മന്ദമായി, കണ്ണടച്ചു. ഈ 13-ാം വാക്യം. ഇത് വാഗ്ദത്തമാണ്. വാഗ്ദത്തം അത് നിവൃത്തിയായി. അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയാകും. എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഇതാണ് ക്രിസ്തു.
വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കുമെന്ന് യെശയ്യാവ് വർഷങ്ങൾ പുറകിൽ പ്രവചിച്ച ആ വിശുദ്ധ സന്തതി വേറെ ആരുമല്ല, അത് ക്രിസ്തുവാണ്. അവ ഹൃദയം തടിപ്പിച്ചു കണ്ണടഞ്ഞു ചെവി മന്ദമായിട്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ ഒരു ദൈവ മഹത്വം വെളിപ്പെടണമെങ്കിൽ അവിടെ ഒരു വിശുദ്ധ സന്തതി പിറക്കണം. ഒരു കുറ്റിയിൽ നിന്നൊരു വിശുദ്ധ സന്തതി എന്ത് ചെയ്യും? പിറക്കും. മറ്റൊരിടത്ത് പറയുന്നു ദാവീദിന്റെ കുറ്റിയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. ഹല്ലേലൂയ. ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. ഇതൊക്കെ ആരെയാ പറയുന്നത്? കർത്താവായ ക്രിസ്തുവിനെ അത്രേ. ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെയാണ് ആരെ പ്രസംഗിച്ചത്? ആ ക്രിസ്തുവിനെയാണ് എന്ത് ചെയ്തത്? പൗലോസ് പ്രസംഗിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ആ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തടിച്ചിരുന്ന ഹൃദയങ്ങളുടെ തടുപ്പ് മാറി, മന്ദമായിരുന്ന ചെവികൾ തുറന്നു, അന്ധത പിടിച്ച കണ്ണുകൾ തുറന്നു. ഇത് പ്രസംഗിച്ചവന്റെ കഴിവല്ല, അവൻ പ്രസംഗിച്ചത് ആരെയാണോ അവന്റെ കഴിവാണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങൾ മാറണമെങ്കിൽ, മന്ദത പിടിച്ചിരിക്കുന്ന ചില ചെവികൾ തുറക്കണമെങ്കിൽ, കുരുടി പിടിച്ചിരിക്കുന്ന ചില കണ്ണുകൾ പ്രകാശിക്കണമെങ്കിൽ ഇന്ന് ക്രിസ്തു അവന്റെ അകത്തിറങ്ങണം. യേശുവിന്റെ നാമത്തിൽ ആർക്കേലുമൊക്കെ വേണ്ടി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, ഇന്നുവരെ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം അങ്ങനെയുള്ള ചില വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ചില പരിവർത്തനം മാറാനും ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ചപ്പാട് ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്നു. വിശ്വസിക്കുന്നവർ നേട്ടെടുത്ത് പ്രാർത്ഥിച്ചു, വിശ്വസിക്കുന്നവർ നേട്ടെടുത്ത് പ്രാർത്ഥിച്ചു. നിന്റെ വാക്കുകൾക്ക് ചില ഹൃദയത്തിലെ കടുപ്പ് മാറ്റം നിന്റെ വാക്കുകൾ കൊണ്ടോ നിന്റെ പ്രവൃത്തികൾ കൊണ്ടോ ചിലരുടെ ഹൃദയത്തിന്റെ തടുപ്പ് മാറ്റാൻ നിനക്ക് കഴിയുന്നില്ല. ചിലരുടെ ചെവി തുറക്കാൻ നിനക്ക് കഴിയുന്നില്ല. ചിലരുടെ കണ്ണിനെ തുറക്കാൻ നിനക്ക് കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന കണ്ടിട്ട് സർവശക്തൻ ഇന്ന് പകൽ നിന്നോടൊരു ആലോചന പറയുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പകലിൽ നീ തയ്യാറാണെങ്കിൽ, ഇതിന്റെ സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് ശക്തമായി വിളിച്ചു പറയുന്നു. നീ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങളുടെ ചില ദൈവിക പരിവർത്തനങ്ങൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഒരു ഭൂമി കൈമാറുന്നു. ഹൃദയം തടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളെ
ഘടിപ്പിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. മെഴുകുരുകുന്നത് പോലെ സമയം വരുന്നെന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചന ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര പറഞ്ഞിട്ടും മാറാത്ത, എത്ര പറഞ്ഞിട്ടും വ്യത്യാസമില്ലാത്ത, എത്ര പറഞ്ഞിട്ടും മാറ്റമില്ലാത്ത, എത്ര പറഞ്ഞിട്ടും ഒരു ചേഞ്ച് ഇല്ലാത്ത ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് ചില ഹൃദയങ്ങളുടെ തടുപ്പ് മാറ്റാൻ നിന്റെ വാക്കുകൾക്കോ പ്രവർത്തികൾക്കോ കഴിഞ്ഞിട്ട് സാരമില്ല. ഇന്ന് മകൾ ഹല്ലേലൂയ വിശുദ്ധ സന്തതിയുടെ പ്രവർത്തനം ഇന്ന് ആ വ്യക്തിയെ നടക്കാൻ പോവുകയാണ്. സന്തോരാജന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവരോട് ആത്മാവ് ഇടപെടുക. ഇന്ന് മകൻ ഏറ്റെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹൃദയം തടിപ്പിച്ചിരിക്കുന്ന ചില വ്യക്തികളിലേക്ക് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ സ്വാധീനങ്ങളെ ജയിച്ചുകൊണ്ട് ക്രിസ്തു എന്ന വിശുദ്ധ ശക്തി ഇന്നവരെ സുവിശേഷത്തിന്റെ പ്രകാശം അതിനെ സ്വീകരിച്ച് എന്നോട് ശക്തമായിട്ട് ചില വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്നോട് കടിപ്പിച്ചിരിക്കുന്ന, നിന്നോട് തടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ പരിവർത്തനം നടക്കാൻ പോകുമെന്ന് പരിശുദ്ധാത്മാവ് ഒരാലോചന ഇന്ന് വിളിച്ചു പറയുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാക്കുകൾ കൊണ്ടോ നിന്റെ പ്രവർത്തികൾ കൊണ്ടോ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് സാധ്യമാക്കി എടുക്കാൻ കഴിയാത്തതിനെ എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ സന്തതിയുടെ സുവിശേഷത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ആ മേഖലകളിൽ ചലിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോണം. ഈ ലോകത്തിന്റെ ദൈവം അടക്കി ഭരിക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവം തിരിച്ചു വിളിക്കാൻ പോകുന്നത്. ഈ ലോകത്തിലെ ദൈവം അടക്കി ഭരിക്കുന്ന ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഒരു ദൈവന്റെ ഇന്നെ ഭവനത്തിന്റെ അങ്ങനെയാണെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. എന്നോട് ആത്മാവ് പറയുന്ന അങ്ങനെയുള്ള ആരൊക്കെയോ ദൂരത്തും ജാരത്തുമായിരിപ്പുണ്ട്. നീ എങ്ങനെ ശ്രമിച്ചിട്ടും നിന്നയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്ത, നീ ശ്രമിച്ചിട്ടും നിന്നയുമായി ചേർന്നു പോകാത്ത, ദിനം പ്രതി ഹൃദയത്തെ തടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ആത്മാവിനെ കാണുക.
അവരുടെ മാനസാന്തരത്തിനായി, അവരുടെ മടങ്ങി വരവിനായി, അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം വരാനായി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ആത്മാവിൽ കാണുക. അങ്ങനെയുള്ളവരോട് ദൈവാത്മാവ് പറയുന്നു, നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇന്ന് മകൻ തേജസ്സിന്റെ സുവിശേഷമായിരിക്കുന്ന ക്രിസ്തുവിന്റെ വെളിച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഇറക്കി വരുന്ന കാഴ്ചപ്പാട് ഞാൻ കാണുക. ഈ ലോകത്തിന്റെ ദൈവം ചില ഹൃദയങ്ങളെ തടിപ്പിക്കുന്ന അവന്റെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നാമത്തിന്റെ പ്രസംഗിക്കുമ്പോൾ അത് ഇന്ന് മകൻ അഴിഞ്ഞ അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില വിടുതൽ നടക്കും. എന്നോട് ആത്മാവ് പറയുന്നു, ചിലരുടെ ഹൃദയത്തിലെ തടുപ്പ് മാറാൻ, തടുപ്പ് മീൻസ് അവരുടെ കാഠിന്യം, ഹൃദയകാഠിന്യം മാറി ദൈവസ്നേഹത്തിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അതിന്റെ റിസൾട്ട് കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരാം. അപ്പൊ പൗലോസ് പറയുന്നു, ഞങ്ങളെ തന്നെ പ്രസംഗിക്കുന്നില്ല, ഞങ്ങളോ പ്രസംഗിക്കുന്നത് ക്രിസ്തു കർത്താവെന്നാണ്. അതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു കർത്താവെന്ന് ഞങ്ങൾ പ്രസംഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം, ദൈവപ്രതിമയായ ക്രിസ്തു, തേജസ്സിന്റെ സുവിശേഷമായ ക്രിസ്തു, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ദൈവം ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചപ്പോൾ ആ കുരുട് മാറി വെളിച്ചം അവരുടെ ഉള്ളിൽ വരണമെങ്കിൽ കർത്താവിനെ ക്രിസ്തുവിനെ കർത്താവെന്ന് പ്രസംഗിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പ്രസംഗം എവിടെ വെളിപ്പെടുന്നോ അവിടെയാണ് ഇരുട്ടുമാറി വെളിച്ചം വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഭൂവിരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോഴല്ലേ? എന്റെ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ട് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇതിന്റെ അകത്ത് ആരെങ്കിലും മോശയെ കുറിച്ച് കേട്ടിട്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടോ? ക്രിസ്തുവിലേക്ക് വന്നിട്ടുണ്ടോ? ദാവീദിനെ കുറിച്ചോ ദാനിയേലിനെ കുറിച്ചോ യിരെമ്യാവിനെ കുറിച്ചോ യെശയ്യാവിനെ കുറിച്ചോ കേട്ടിട്ടാണോ നമ്മൾ വന്നത്? അല്ല, നമ്മൾ ഇതിന്റെ അകത്ത് വന്നത് യേശുവിനെ കുറിച്ച് കേട്ടിട്ട്, നമ്മൾ ഇതിന്റെ അകത്ത് വന്നത് യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് തന്നെ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ ക്രിസ്തുവിനെ. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താ? വായിച്ചേ, 2 കൊരിന്ത്യർ 1:19. ക്രിസ്തു കർത്താവ് എന്ന് ഞങ്ങൾ പ്രസംഗിക്കാനുള്ള രണ്ടാമത്തെ കാരണം, തിമോത്തിയോസ്, നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവൻ ഊവെന്നത്രേ ഉള്ളൂ. രാമൻ എത്ര പേര് പറയും? എന്താ പൗലോസ് എഴുതിയ വാക്യത്തിന്റെ അർത്ഥം? കർത്താവായ ക്രിസ്തു, അത് പൗലോസ് എടുത്തു പറയുന്നുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ച, ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള കാരണം എന്താ? രണ്ടാമത്തെ കാരണം എന്താ? കാരണം ഞങ്ങൾ പ്രസംഗിച്ച ഈ ക്രിസ്തു ഉണ്ട്. ഈ ക്രിസ്തു ഒരു വിഷയത്തിന്റെ അകത്ത് ഊവെന്ന് പറഞ്ഞാൽ അത് ഊവെന്നാണ്. ഇന്ന് ഊവെന്ന് പറഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോ ആ വിഷയത്തിന്റെ അകത്തില്ലെന്ന് പറയത്തില്ല. അതാ പൗലോസ് പറഞ്ഞേ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരിടത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവിടുത്തെ സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ,
മോളുടെ മുൻപോട്ട് പഠിക്കാൻ വിടേണ്ടതിന് ഞങ്ങൾ ഒരു ദൈവാലോചന ചോദിച്ചു. ദൈവാലോചന ചോദിച്ചപ്പോ ആ പാസ്റ്റർ ആദ്യം പറഞ്ഞു, ഈ മോള് മെഡിക്കൽ പരമായിട്ട് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ പരമായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഈ മെഡിക്കൽ പരമായിട്ട് ആ കുഞ്ഞ് പോകും എന്നൊക്കെ പറഞ്ഞ് അവള് സ്വന്തം ഇതുപോലെ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും ഒരു നല്ല രീതി വന്നില്ല കാര്യം. വീണ്ടും ഒരു കുറെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രാർത്ഥിക്കാൻ പോയപ്പോ അതേ പാസ്റ്റർ പറയാ, ഇവൾ എഞ്ചിനീയറിങ്ങിന് പോകും. എന്നെ ദൈവാത്മാവ് കാണിക്കുന്നത് ഇവൾ എഞ്ചിനീയറിങ്ങിന്. ഇവരാകെ കൺഫ്യൂഷൻ. ആദ്യം പറഞ്ഞു മെഡിക്കൽ ഫീൽഡ്, പിന്നെ പറഞ്ഞു എഞ്ചിനീയർ. ഇനിയും കുറച്ച് മാസം കഴിഞ്ഞ് ചെല്ലുമ്പോ വേറെ വല്ലതും പറഞ്ഞു. അങ്ങനെ ഇവര് വളരെ കൺഫ്യൂഷനായി ഇരുന്ന് ഇവർ എഞ്ചിനീയറിങ്ങിന് എന്നാ പോകാമെന്ന് വിചാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് അവനവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുൻപ് എന്റെ നമ്പർ ഒരാൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കർത്താവിന്റെ ദാസമുണ്ടെന്ന് വിളിച്ച് പ്രാർത്ഥിക്കും, നന്നായിരിക്കുന്നു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പം ഇവരാകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. സ്തോത്രം. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഇരിക്കുക. ഈ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി ഇവരെന്ന് തീരുമാനിച്ച് അന്ന് മുതൽ ആ കൊച്ചു തലകറങ്ങി വീണു. അപ്പം ഇതും പ്രാർത്ഥിക്കണം. ഏതാ ഈ തലകറക്കം മാറും. തലകറങ്ങി വീണോണ്ടിരിക്കും. അങ്ങനെ ഞാൻ ചെന്നു, ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് പ്രാർത്ഥന തുടങ്ങിയപ്പോ പരിശുദ്ധാത്മാവ് ഒരു തിരുവചനം ഇടപെട്ടു. ആ തിരുവചനത്തിലൂടെ ഞാൻ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഫസ്റ്റ് ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ആദ്യം തന്നെ ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ അകത്തൊരു ഡോക്ടറുണ്ട്, ദൈവം പുറത്തു കൊണ്ടുവരാൻ. നിന്റെ അകത്തൊരു ഡോക്ടറിനെ ദൈവാത്മാവിനെ കാണിക്കുന്നത് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോഴാണ് അവർക്ക് സംശയം മാറിയത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല. അതാ നമ്മൾ വായിച്ച വാക്യം. ദൈവം ഒരിക്കൽ ഒരു വിഷയത്തിൽ ഊവെന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ അതിൻ്റെ അകത്തില്ലെന്ന് പറയുന്ന ദൈവമല്ല. വചനം എന്തുവാ, വചനത്തിന്റെ പൊരുൾ എന്തുവാ, വചനത്തിന്റെ എന്താ വചനം എഴുതൊന്നും അറിയത്തില്ല. ചുമ്മാ അങ്ങ് പ്രവചിക്കുക, ചുമ്മാ അങ്ങ് ദൂരം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവാണോ സംസാരിച്ചത്? ഞാൻ പറയാം, ആദ്യം ആ മനുഷ്യൻ പറഞ്ഞത് ദൈവാത്മാവിലാണ്. ഞാൻ അതിന് ഉറപ്പ് തരാം, ദൈവം അതിനെ ബോധ്യപ്പെടുത്തി. പക്ഷെ രണ്ടാമത് പറഞ്ഞത് ദൈവാത്മാവിലല്ല, ജഡത്തില. അറിയപ്പെടുന്ന ഒരു ദൈവദാസന. ഞാൻ പേരൊന്നും പറഞ്ഞു, അറിയപ്പെടുന്ന ഒരു അഭിഷേകം. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതം ഈ കുഞ്ഞു മെഡിക്കൽ ഫീൽഡിൽ പോകുന്നതാണ്. ഇവളുടെ അകത്തൊരു ഡോക്ടറിനെ ദൈവം എന്നെ കാണിക്കുന്നു. അതിലൂടെ ആ ഡോക്ടർ പദവിയിലൂടെ തന്നെ ഇവൾ സുവിശേഷത്തെ പ്രകാശനം ചെയ്യുമെന്ന് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. അപ്പോഴവരുടെ കൺഫ്യൂഷൻ മാറി. പിന്നെ അടുത്ത വിഷയം തലകറക്കം. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഹിതമില്ലാത്ത റൂട്ട് തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കരം ഭാരമായതാ. എപ്പോൾ നിങ്ങൾ അത് വിടുന്നു അന്ന് വെച്ച് സൗഖ്യമാവെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഭാഷ ഇന്ന് പകല് ഞങ്ങൾ വിടുന്നെന്ന് പറഞ്ഞു. ആ രണ്ടാമത് പറഞ്ഞ ആലോചനയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ ഭോഗത്തിൽ ഇന്ന് വിടുന്നെന്ന് പറഞ്ഞു. അന്ന് കൊച്ചു സൗഖ്യമായി. ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. തീരുമാനം എടുത്തപ്പോ ദൈവം തന്നെ കരം മാറ്റി അവൾ വിടിപ്പിക്കും. പറയാൻ ക്രിസ്തു കർത്താവെന്ന് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ കാരണം. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ക്രിസ്തു കർത്താവെന്ന് പ്രസംഗിക്കാനുള്ള കാരണം അവൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് തിരുത്തി പറയുന്നവരല്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? പൗലോസ് പറയാ, ഞാൻ പ്രസംഗിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു ഇന്നൊന്ന് പറഞ്ഞിട്ട് നാളെ വേറൊന്ന് പറയുന്നവരല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രസംഗിക്കാം, ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയാം.
അല്ലെങ്കിൽ ക്രിസ്തു കർത്താവാണ്. മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞേ? പൗലോസ് പ്രസംഗിക്കാനുള്ള തന്റെ ഊർജത്തിന്റെ മറ്റൊരു കാരണമായി ഞാൻ പറഞ്ഞത്, ക്രിസ്തു കർത്താവാണെന്ന് പ്രസംഗിക്കാനുള്ള മറ്റൊരു കാരണമായി ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അത് വേറൊന്നുമല്ലേ, അവൻ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ തൂവെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വലത്തോട്ടോ ഇടത്തോട്ടോ പോകാതെ പറയുന്ന കാര്യത്തെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നവരിൽ ദൂത് പറയാം, ദൈവം നിന്നോടും നിന്റെ തലമുറകളോടും നിന്റെ കുടുംബത്തോടും ചില ദൂരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് വളരെ മാറ്റം കഴിയത്തില്ല, ഒരു അന്തരായത്തിന് വളരെ മാറ്റം കഴിയത്തില്ല, ഒരു മനുഷ്യന് വളരെ മാറ്റം കഴിയത്തില്ല. ദൈവം ഊമെന്ന് പറഞ്ഞാൽ അത് ഊമെന്ന് മാത്രമാണ്. വിശ്വസിക്കുന്നവർ പ്രാപിക്കാൻ മനസ്സുള്ളവർ പ്രാപിച്ചു. ദൈവം നിന്നോട് പറഞ്ഞ ദൈവം നിന്നോട് പറഞ്ഞ വൈദ്യുതം, ദൈവം നിന്നോട് പറഞ്ഞ അതിനെ മാറ്റുന്നവരല്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന നിങ്ങൾ ആത്മാവിൽ അത് സ്വീകരിച്ചോണം കേട്ടോ. നിന്നോട് പറഞ്ഞ വായിച്ചുണ്ട്, നിന്റെ തലമുറകളെ കുറിച്ച് വായിച്ചുണ്ട്, നിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞ വായിച്ചുണ്ട്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞ വായിച്ചുണ്ട്, ഇന്നവരുടെ ആലോചനകളുണ്ട്. ആത്മാവിനോട് പറയുന്നു, ഇന്നവരെ വിശ്വസിക്ക. അവൻ ഊവെന്ന് പറഞ്ഞാൽ അതിന് ഊവെന്ന് മാത്രമാണ്. അതിനെ തിരിക്കാനോ അതിനെ ചെയ്യാനോ അതിനെ തകർത്താനോ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പൗലോസ് പറയാ, ക്രിസ്തു കർത്താവെന്ന് ഞാൻ പ്രസംഗിക്കാനുള്ള കാരണം, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവൻ അത് ചെയ്യും. സ്തോത്രം. ചെയ്യാതെ പോകത്തില്ല. ആത്മാവ് ഇന്നു പകൽ വെളിപ്പെടുത്തുന്നു, ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ചെയ്യുമോ എന്ന് സംശയിക്കുന്ന ചില ഹൃദയങ്ങളെ ഞാൻ ആത്മാവിൽ വിവേചിക്കുന്നു. ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ അത് അതിന്റെ നിവർത്തീകരണത്തിലേക്ക് വരുമോ എന്ന് സംശയിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നീ സംശയിക്കേണ്ട. നിന്നോട് പറഞ്ഞത് സ്വർഗമാണെങ്കിൽ അത് അവൻ ചെയ്തെടുക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂത് വിളിച്ചു. വിശ്വസിക്കുന്നവർ മാത്രം അത് സാധ്യമാകാൻ പോകുകയാണ്, അത് നടപ്പിലാകാൻ പോകുകയാണ്. ഇതുവരെ വിശ്വസിക്കുന്നവരുടെ മേൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നു പകൽ ആത്മാവിനോട് ശക്തമായി വിളിച്ചു പറയുന്നു, നിന്നോട് പറഞ്ഞ ചില ദൈവിക ആലോചനകൾ, നിന്നോട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ, ഊവെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ദൈവം നടപ്പിലാക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പറഞ്ഞ പാസ്റ്റർ മാറിയാലും നിന്നോട് പറഞ്ഞ ദൈവം മാറത്തില്ലെന്ന് ഇന്ന് മകൻ വിശ്വസിക്കുക. ഇന്ന് മകൻ വിശ്വസിക്കുക. പറഞ്ഞ വ്യക്തി മാറിപ്പോയാലും, പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അറ്റുപോയാലും ആത്മാവിനോട് ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചാൽ ഇന്ന് മകൻ അവൻ നിന്നോട് പറഞ്ഞ ദൈവിക ശബ്ദങ്ങൾ ഇല്ലെന്നവൻ തിരുത്തത്തില്ല, ഇല്ലെന്നവൻ തിരുത്തി പറയത്തില്ല. അവൻ നിന്നോട് പറഞ്ഞത് സാധിക്കും.
സ്തോത്രം. ഇന്ന് പകൽ ചിലത് നടക്കണം കേട്ടോ. ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കുക. മനസ്സുള്ളവർ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ദൈവം പറഞ്ഞ ചില ൂവുകൾ നടപ്പിലാകണം. ദൈവാത്മാവിനോട് അങ്ങനെ ഇടപെടുന്നേ. ദൈവം നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ ചിലത് നടപ്പിലാകാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവിനെ ബോധിപ്പിക്കുന്നു കേട്ടോ. ദൈവം നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഒന്നും ഉറപ്പിക്കുക. ദൈവം നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അത് അതിന്റെ നിവർത്തീകരണത്തിലേക്ക് ദൈവത്തിന്റെ കർത്താവ് പറഞ്ഞതിനെ കുറിച്ച് വിശ്വസിച്ചവൾ ഭാഗ്യവതിയ. കർത്താവ് അരുളി ചെയ്തത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മനസ്സിലായോ? കർത്താവ് അരുളി ചെയ്ത കാര്യം നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്നാ തിരുവചനം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നോട് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം ഇന്നുവകൾ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് നിവർത്തിയാകുമെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അതിന്റെ മഹത്വം നീ കാണുമെന്നാണ് ദൈവത്തിന്റെ നിന്നോട് ചെയ്ത കാര്യങ്ങൾ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച് ആരാധിക്കാൻ നീ തയ്യാറാണെങ്കിൽ ആത്മാവിനോട് പറയുമ്പോൾ നീ അത് കാണുന്ന ദൈവത്തിൽ യേശുവിന്റെ നാമത്തിൽ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കാണാൻ പോവാ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു കേട്ടോ. ഇന്ന് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവർ ഇരു കൈ നീട്ടി സ്വീകരിക്കണം. ദൈവം എന്നോട് പറഞ്ഞ ദൂത് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പ്രാപിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക്. അടുത്തിരിക്കുന്നവൻ പ്രാപിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, ദൂരത്തിരിക്കുന്നവർ പ്രാപിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് തരത്തേ ഉള്ളൂ. അത് പ്രാപിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക്. സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിനോട് ശക്തമായി പറയുന്നു. നിന്നോടും നിന്റെ തലമുറയോടും നിന്റെ കുടുംബത്തോടും നിന്റെ ജോലിയോടും നിന്റെ ശുശ്രൂഷയോടും നിന്റെ ദേശത്തോടൊക്കെ ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ആത്മാവിനെ കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച് ഇന്നു അങ്ങനെ ഏറ്റെടുത്ത് നീ ആത്മാവിനോട് മഹത്വപ്പെടുത്തിയ വരും നാടുകളിലെ ആ മഹത്വത്തിന്റെ കണ്ടുകൊണ്ട് നിനക്ക് കാണാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. അതെന്നോടാണെന്ന് ഉറപ്പുള്ളവർ മാത്രം, അതെനിക്ക് പ്രാപിക്കണമെന്ന് ഉറപ്പുള്ളവർ മാത്രം, ആഗ്രഹമുള്ളവർ വാർത്തയുള്ളവർ ഇന്നുവരെ ആൾക്കാരിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടപ്പിലാകട്ടെ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കാര്യങ്ങൾ ഈശോയ്ക്ക് പറയാൻ ദൈവം അനുവദിക്കരുത്. ആലോചനകൾ ഈശോയ്ക്ക് പറയാൻ ദൈവം അനുവദിക്കരുത്. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ഏറ്റെടുക്കുന്നവരുടെ ആ വിടുതൽ കാണരുത്. Yes. Yes.
ചരിത്രം പഠിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും നടപ്പിലാകാത്ത ഒരു കാര്യം, അത് വേറൊന്നുമല്ല. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വിശുദ്ധ സന്തതി നിന്നിൽ ജനിക്കും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. കന്യകയാണ്, ഒരു പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ ആ ദൂതിനെ ദൈവമേ അവിടുത്തെ ഇഷ്ടം പോലെ നിവർത്തിയാകട്ടെ എന്ന് മറിയ വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ അവളിൽ അത് നിവർത്തിയായി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? മറിയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവഹിതം, മറിയയോട് ദൂത് പറഞ്ഞതും ദൈവഹിതം, മറിയയുടെ അടുത്ത് വന്ന് വന്ദനം ചെയ്തതും ദൈവഹിതം. പക്ഷേ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് മറിയയുടെ ഹിതം. അത് സ്വീകരിക്കണമോ വേണ്ടോ എന്നുള്ളത് മറിയയുടെ ഹിതം. മറിയ അതിനെ തിരസ്കരിക്കുകയല്ല ചെയ്തത്. വിവാഹം ഒരു പുരുഷനുമായിട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ ആ പുരുഷനെക്കാട്ടിലും ഉപരി, ആ വിവാഹ ജീവിതത്തിനെക്കാട്ടിലും ഉപരി, അവളുടെ മാനത്തെക്കാട്ടിലും ഉപരി, അവളുടെ മാന്യതകളെക്കാട്ടിലും ഉപരി, അവളുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതകളെക്കാട്ടിലും ഉപരി, അവളെന്ന വ്യക്തിത്വത്തെക്കാട്ടിലും ഉപരി അവൾ പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ ഹിതമെങ്കിൽ നടക്കട്ടെ. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു. ആ ഒരു സമർപ്പണം അവൾ ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിൽ ആത്മാവിനോട് ഏറ്റെടുക്കുന്നു. ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ദൂതങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ വായ്പകൾ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. സമർപ്പണം നിങ്ങളുടെ കൊണ്ടെങ്കിൽ ഇതിന് പറയുന്നു മനസ്സിലായോ? Yes. Yes. ഡിമാൻഡുകൾ വെച്ചുള്ള കുറ്റവാർത്ത ഡിമാൻഡ് വെച്ചുള്ള കുറ്റവാർത്തന നമ്മെ കേൾക്കുന്നില്ല. വ്യവസ്ഥ വെച്ചുള്ള കുറ്റവാർത്തന നമ്മെ കേൾക്കുന്നില്ല. ഇന്നും ആത്മാവ് ഇടപെടുന്നു. മാറിയ വ്യവസ്ഥ ഒന്നും വെച്ചില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു വ്യവസ്ഥ വെക്കുന്നു. വിവാഹത്തിന് ശേഷം ഇത് നടക്കട്ടെ, വിവാഹത്തിന് ശേഷം ഇത് നടക്കട്ടെ. എന്തൊരു വ്യവസ്ഥ വേണമെങ്കിൽ മറിയയ്ക്ക് വെക്കാമെന്നുണ്ടോ? അത് വ്യവസ്ഥയൊന്നും മറിയ വെച്ചില്ല. മറിയ പറഞ്ഞു, ഹല്ലേലൂയ, ഈ ദൂതിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുക.
ഇന്ന് ദൈവം നിന്റെ കുടുംബത്തോടും തലമുറയോടും പറഞ്ഞ ചില ദൂതകളുടെ മുമ്പിൽ, വെളിപ്പാടിന്റെ മുമ്പിൽ, വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ, ആലോചനകളുടെ മുമ്പിൽ നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, വ്യവസ്ഥകളില്ലാതെ നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പലർക്കും പല വ്യവസ്ഥിതിയാ. ദൈവം അത് ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ദൈവം അങ്ങനെ പ്രവർത്തിച്ചാൽ ഞാൻ ഇങ്ങനെ നിൽക്കാം. ഡിമാൻഡ് വെച്ചോണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വരരുത്. ദൈവം നിന്നോടൊരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വ്യവസ്ഥിതികൾ വെച്ചോണ്ട് നീ അത് പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ കുഞ്ഞ നടക്കത്തില്ല. സ്തോത്രം. ഏതായാലും മറിയ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ആരും ഫേസ് ചെയ്തിട്ടില്ല. വിവാഹ ആലോചന തീരുമാനിച്ച് വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യക്രമീകരണങ്ങളോട് അടുത്തിരിക്കുന്ന സമയത്ത് കന്യകയായിരിക്കുമ്പോൾ തന്നെ ഒരു മകനെ ഗർഭം ധരിക്കാൻ സ്വയമേ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ മറിയ ഡിമാൻഡ് വെച്ചില്ല, പിന്നെ നിനക്കെന്താ എത്ര ഡിമാൻഡ്? നിന്റെ ജീവിതത്തിൽ പല ദൈവാലോചന നടക്കാത്തതിന്റെ കാര്യം എന്നറിയോ? നീ വെക്കുന്ന ഡിമാൻഡുകൾക്ക് അനുസരിച്ച് നടക്കണമെന്നുള്ള ചിന്തയാ, നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ദൈവം നിന്നോട് പറയുന്ന ഡിമാൻഡ് നീയോട്ട് അംഗീകരിക്കത്തില്ല. മനസ്സിലായോ? ദൈവം പറയുന്ന ഡിമാൻഡ്സ് നീ അംഗീകരിക്കത്തുമില്ല. നീ കുറെ വ്യവസ്ഥിതികളുമായിട്ട് വന്നിരിക്കുക. അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ നിൽക്കാം, അങ്ങനെ പ്രവർത്തിച്ചാൽ ഞാൻ ഇങ്ങനെ നിൽക്കാം, ദൈവം എനിക്ക് വേണ്ടി ചെയ്താൽ ഞാൻ ദൈവസന്നിധി വരാം. വേറെ വല്ല പണി നോക്കും. ദൈവം ആരാ? നമ്മുടെ കുഞ്ഞുകളിക്കാരൻ. ഇന്ന് പകൽ ദൈവം ഊവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് തിരുത്തി പറയത്തില്ല. പക്ഷേ നീ തിരുത്തേണ്ടത് നീ തിരുത്തണം. നീ തിരുത്തേണ്ടത് നീ തിരുത്തിയാൽ ചിലത് ദൈവം നിവർത്തീകരിപ്പിച്ചു. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക, കാരണം തീരത്തില്ല. അപ്പോൾ പൗലോസ് പറയാ, ക്രിസ്തുവിനെ കർത്താവെന്ന് ഞാൻ പ്രസംഗിക്കാനുള്ള മറ്റൊരു കാരണം, എന്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. എന്റെ കർത്താവ് പറഞ്ഞതാ, അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പ്രസംഗിക്കാം. മൂന്നാമത്തെ കാര്യം, ക്രിസ്തു കർത്താവെന്ന് ഞങ്ങൾ പ്രസംഗിക്കാനുള്ള മൂന്നാമത്തെ കാര്യം 5:14 വായിച്ച്. കൊരിന്ത്യർ തന്നെ 5:14. കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം
സ്തോത്രം. കേട്ടോ കേട്ടോ? ഞങ്ങൾ ക്രിസ്തുവിനെ കർത്താവെന്ന് പ്രസംഗിക്കാനുള്ള മറ്റൊരു കാരണം ഇത് പ്രസംഗിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നെന്ന്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ എന്ത് ചെയ്യുക? ഞങ്ങളെ നിർബന്ധിക്കുക ആ സ്നേഹം പ്രസംഗിക്കാൻ. ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങളെ തേടി വന്ന, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച ആ സ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു കർത്താവെന്ന് ഞാൻ പ്രസംഗിക്കുന്നു. മനസ്സിലായോ? പൗലോസ് പറഞ്ഞ മനസ്സിലായോ? എടാ, ഞാൻ ആള് കളിക്കാനല്ല പ്രസംഗിക്കുന്നേ. ഞാൻ അഹങ്കാരി ആയതുകൊണ്ടല്ല പ്രസംഗിക്കുന്നേ. നിങ്ങളെ കുത്താനല്ല ഞാൻ പ്രസംഗിക്കുന്നേ. കുത്തു കൊള്ളുന്നുണ്ടെങ്കിൽ നിന്റെ കുഴപ്പം, ശരിയാണ്. എന്റെ കുത്തുകൊള്ളത് കുത്താനല്ല പ്രസംഗിക്കുന്നേ. ഞാൻ നിഗളിയായതുകൊണ്ടല്ല പ്രസംഗിക്കുന്നേ. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ അനുഭവിച്ച സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അവർ നിന്റെ സഹോദരങ്ങളാണ്, അവര് നിന്റെ സഹോദരികളാണ്. നീ അറിഞ്ഞ രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരണം. എന്റെ സ്നേഹത്തിലേക്ക് അവരെയും എത്തിക്കണം. ഈ നിർബന്ധം എന്റെ മേൽ കിടപ്പുണ്ടെന്ന്, എന്നെ നിർബന്ധിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. സ്വതന്ത്രം പ്രസംഗിക്കാൻ വേറൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പ്രസംഗിക്കുന്നു. പ്രസംഗിക്കാൻ വേറൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പ്രസംഗിക്കുന്നേ. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച സ്നേഹം, ഞങ്ങൾ അറിഞ്ഞ സ്നേഹം, ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം നിങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ നിർബന്ധിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് പൗലോ നിർബന്ധത്താൽ പൗലോസിനോട് ആരും ചെന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞതല്ല. പക്ഷെ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചത് നിർബന്ധത്താൽ. പക്ഷെ പൗലോസിന് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെട്ടത് ആരും നിർബന്ധത്താൽ വന്ന് പ്രസംഗിച്ചിട്ടല്ല. ഡെമസ്കോസിന്റെ പടിക്കൽ വെച്ച് ആ സ്നേഹം താൻ നേരിട്ട് കണ്ടു. ഡെമസ്കോസിന്റെ പടിക്കൽ വെച്ച് ആ സ്നേഹം താൻ നേരിട്ട് അറിയുവാനിടയായി തീർന്നു. പിന്നെ പൗലോസിനു വേണ്ടി പ്രാർത്ഥിക്കാൻ അനന്യാസിനെ ദൈവം നിർബന്ധിച്ചു. അനന്യാസ് പറഞ്ഞു, ഇല്ല, ദൈവത്തെയും ദൈവജനത്തെയും ഉപദ്രവിച്ചവനല്ലവൻ. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ? ദൈവം പറഞ്ഞു, നോ, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവനെ നാളുകളിൽ ജാതികളുടെ ഉപയോഗിക്കാൻ പോകുന്നു. പൗലോസ് ഡെമസ്കോസിന്റെ പടിക്കൽ വെച്ച് അനുഭവിച്ചതും അറിഞ്ഞതുമാകുന്ന സ്നേഹം പൗലോസ് പറയാ, എന്നെ നിർബന്ധിക്കുന്ന ആ സ്നേഹം നിങ്ങളും അറിയണം. ആ സ്നേഹം നിങ്ങളും അറിയണം. നിങ്ങളും ആ സ്നേഹത്തിലേക്ക് വരണം. ആ സ്നേഹത്തിലേക്ക് നിങ്ങളും. അതിനുവേണ്ടി ഞാൻ പ്രസംഗിക്കുന്നത് എന്നെ ആള് കാണിക്കാനല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ വലിയ പുണ്യാണെന്ന് കാണിക്കാനല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, നിങ്ങൾ നശിച്ചു പോകരുത്. മനസ്സിലായോ? ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കി ഉറക്കവും തൂങ്ങി അലസതയും കാണിച്ചിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് പോകാനൊന്നുമില്ല. കാരണം എന്നാണെന്നറിയാമോ? എന്നെ നിർബന്ധിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ. പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി തമ്പുരാൻ നോക്കിക്കോളൂ. മനസ്സിലായോ ദൈവമക്കളെ? മനസ്സിലായോ ഞാൻ പറഞ്ഞു?
അപ്പൊ പൗലോസ് പറയാ ക്രിസ്തുവിനെ കർത്താവെന്ന് പ്രസംഗിക്കാനുള്ള മറ്റൊരു കാരണം ദൈവത്തിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഇത് പ്രസംഗിക്കാൻ. ഇത് പ്രസംഗിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഇടവഴി നിങ്ങൾക്കുണ്ടാവും. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ അലിയാത്ത ഏത് ഐശ്വര്യേ ഉള്ളു? ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒഴുകാത്തത് എന്താ ഉള്ളേ? ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യം എന്ന് പറയുന്നത് യുദ്ധങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയതല്ല. കർത്താവിന്റെ രാജ്യം തന്റെ ഇടം കൊണ്ട് കെട്ടിപ്പൊക്കിയതല്ല. കർത്താവിന്റെ രാജ്യം സ്നേഹം കൊണ്ട് കെട്ടിപ്പൊക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ടാവണം. അതുള്ളവൻ പ്രസംഗിക്കും. അതുള്ളവൻ ആ പ്രസംഗം ഏറ്റെടുക്കും. അതില്ലാത്തവൻ പ്രസംഗിക്കത്തില്ല. അതില്ലാത്തവൻ ഏറ്റെടുക്കത്തില്ല. അതാരുടെയും കുറ്റമല്ല, ദൈവസ്നേഹം ഇല്ലാത്തവൻ. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയാ, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ മറ്റൊരു കാരണം കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഇനി അടുത്തൊരു കാരണം കൂടെ, ഗലാത്യർ 5:13. ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കാനുള്ള കാര്യം. ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി മതി. ക്രിസ്തു കർത്താവെന്ന് പ്രസംഗിക്കാനുള്ള അടുത്തൊരു കാരണം, സഹോദരന്മാരെ, നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവരല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ അടിമനുഖത്തിൽ കിടക്കേണ്ടവരല്ല. അടിമനുഖത്തിന്റെയും ചങ്ങലകളെ കാൽവറിയിൽ അവൻ തകർത്തു. നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കേണ്ടവരല്ല. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവരാ. മനസ്സിലായോ? നിങ്ങൾ ബന്ധനങ്ങളിൽ കിടക്കേണ്ടവരല്ല. നിങ്ങൾ അടിമനുഖത്തിൽ കിടക്കേണ്ടവരല്ല. നിങ്ങളുടെ മേൽ മറ്റൊരു ശക്തി വാഴേണ്ടവരല്ല. മറിച്ച് നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവരാ. പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത വെളിപ്പെടണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. കാരണം ക്രിസ്തുവിലൂടെ മാത്രമേ സ്വതന്ത്രം ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയുന്നു? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കപ്പെടാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചതെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് ലോക ജനതയുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ സ്വയം പ്രാണത്യാഗം ചെയ്ത് ഒരുവനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി മരിച്ചവനെ കുറിച്ചല്ല, ഒരു രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചവനെ കുറിച്ചല്ല, മറിച്ച് മാനവരാശിയെയും പുറത്തുകൊണ്ടുവരാൻ ഒരുവനെ കുറിച്ച് പ്രസംഗിക്കുന്നത് അവന്റെ പേരാണ് ക്രിസ്തു. ഇന്നവരെ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നിന്നെ ബന്ധിക്കാനുള്ള ശക്തമായ വലിയ ഇന്നവരെ ഏറ്റെടുത്ത് പ്രസംഗിക്കുക. നിന്റെ സ്വാതന്ത്ര്യത്തെ അവകാശം പറയുന്ന ഏതെങ്കിലും പൈശാചിക ഫലമുണ്ടെങ്കിൽ ഇന്നുവരെ നീ ഭൂമിയുടെ മുമ്പേ ആ ചങ്ങലകൾ അഴിയണം. ചില ലോകത്തിന്റെ അസ്വാതന്ത്ര്യം, ചില പൈശാചിക ശക്തികളുടെ അസ്വാതന്ത്ര്യം ഇന്നുവരെ യേശുവിന്റെ നാമത്തിൽ അഴിയണം. ഏറ്റെടുത്ത് വിളിക്കപ്പെടാൻ യേശുവിന്റെ നാമത്തിന്റെ
യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുത്തട്ടെ. ഈ കർത്താവിന്റെ സ്വാതന്ത്ര്യം ആത്മാവിൽ ഈ യേശുവിനെ ആരാധനയുടെ കർത്താവിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് ചിലർക്ക് നിങ്ങളെ അറിയിച്ചു പറയുമ്പോൾ ഈ വചന ഭൂമിയുടെ മുന്നിൽ ഈ ആരോഗ്യ സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ട ദൈവമേ ഒരു ശക്തിയും വാഴാൻ പാടില്ല. Yes, yes. ഈ വാഴകളുടെ വാഴകളുടെ വാഴുന്ന ചില ലോകത്തിന്റെ സ്വാതന്ത്ര്യങ്ങൾ നിങ്ങളുടെ വാഴുന്ന ചില പൈശാചികത്തിന്റെ സ്വാതന്ത്ര്യങ്ങൾ ഈ മരണത്തിന്റെ മുന്നിൽ അറിയുന്ന വിടുതലെടുക്കും വചനത്തിലൂടെ വിടുതലെടുക്കും വചനത്തിലൂടെ വചനത്തിലൂടെ വിടുതലെടുക്കും യേശുവിന്റെ നാമത്തിൽ വചനത്തിലൂടെ വിടുതലെടുക്കും. ബന്ധിക്കപ്പെട്ടവരെ പോലെ ഇരിക്കാനല്ല ദൈവം വിളിച്ചത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. ദൈവം വിളിച്ചത് സ്വാതന്ത്ര്യമായിട്ട് അതിന് വിരോധമായി നിൽക്കുന്നതിനെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് വളരെ ശാസിക്കാൻ പറയുന്നു. ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് നഷ്ടം പോട്ടെ, സാരമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് ചുമക്കാനാണ് വിധി, നിങ്ങൾ അങ്ങനെ ചുമന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മകൾ വചനം വിടുവിക്കുന്നത് പോലെ ഒരു ശുശ്രൂഷയും വിടുതലായിട്ടില്ല. വചനം വിടുവിക്കുന്നത് പോലെ ഒരു ശുശ്രൂഷയും വിടുതലായിട്ടില്ല. ഇന്ന് മകൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ജീവന്റെ കണികനുള്ള ഇരുവായ്ത്തലയുള്ള വാളായ പാറകളെ തകർക്കുന്ന ചുറ്റികയായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം വിടുവിക്കുന്നത് പോലെ ഒരു ശുശ്രൂഷയുടെ വിടുതലായിട്ടില്ല. ഇന്ന് മകൾക്കാലം സ്വതന്ത്രത്തിനായി വിളിക്കപ്പെട്ടത് എന്തുപോലെ ഒതുങ്ങിയിരിക്കുന്നു, പഠനം പറയുമ്പോ എന്തുകൊണ്ട് രോഗിയാക്കില്ല, എന്തുകൊണ്ട് ഇതിന്റെ പൈശാചിക ശക്തികളുടെ കുടുംബത്തെ എന്റെ ദൈവം എന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചു സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവം ഞങ്ങളെ വിളിച്ചതാണെങ്കിൽ ഞങ്ങളുടെ മേൽ വാഴാൻ, ഞങ്ങളെ നിയന്ത്രിക്കാൻ, ഞങ്ങളുടെ മേൽ ജയിക്കാൻ ഒരു ശക്തിക്കും അവകാശമില്ലെന്ന് എന്നോടൊപ്പം ചേർന്ന് നിന്ന് വാദിക്കാനും ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യാനും മനസ്സിലാവും. ഇന്നവരെ ഒരുമിച്ച് ആത്മാവിൽ കണ്ടിട്ട് സ്തോത്രം. ചില രോഗത്തിന്റെ അവസ്ഥകൾ ശരീരത്തെ ആകപ്പാടെ വലിഞ്ഞു മുറുക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നീ അത് ഏറ്റെടുത്ത് വിടുതൽ പ്രാപിച്ചോണം, ഇന്ന് ഏറ്റെടുത്ത് ജയം പ്രാപിച്ചോണം. ഈ ദൂത് ആത്മാവിൽ ഏറ്റെടുക്കുമ്പോൾ വചനം അതിനെ അടിക്കുമെന്ന്
വചനം അതിനെ അഴിക്കും. നിന്റെ തലമുറകളോട്, നിന്റെ കുടുംബജീവിതത്തോട്, നിന്റെ നന്മയോട്, നിന്റെ സ്വാതന്ത്ര്യമാകുന്ന വിഷയങ്ങളിൽ ഇടപെടുന്ന കൈ കണക്കുന്ന സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചിരുന്ന പോലെ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്. ശക്തമായ ചില വിടുതൽ നാം ദൈവം ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങൾ ഇത്രയും ദൂരെ ഇവിടെ വന്നിട്ട് വെറുതെ പോകാനാണെങ്കിൽ നഷ്ടം ആർക്കറിയാം? നിങ്ങൾക്ക് തന്നെ. സ്തോത്രം. ഇത്രയും ദൂരത്തിരുന്ന് നിങ്ങൾ സൂമിൽ സമയം കളഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്. പല പ്രിയപ്പെട്ടവരും അവരായിരിക്കുന്ന രാജ്യത്തൊക്കെ അർദ്ധരാത്രിയാണ്, എന്നിട്ട് അവര് സൂമിൽ ജോയിൻ ചെയ്യും. പലരൊക്കെ ഡ്യൂട്ടിയിലുണ്ട്. കഴിഞ്ഞ ചില ബുധനാഴ്ച പുറകിൽ ഒരു സഹോദരി സിസ്റ്ററുണ്ട്, ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഹെഡ്സെറ്റ് വെച്ച ഈ മീറ്റിംഗെ സംബന്ധിച്ച്. എനിക്കറിയാം പല പ്രിയപ്പെട്ടവരും അവർക്ക് ഡ്യൂട്ടി കൊള്ളുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങാതെ ഈ മീറ്റിംഗെ സംബന്ധിച്ചിട്ടാണ് അവര് കിടന്നുറങ്ങുന്നത്. നമ്മളാണെ പോകും. രാത്രി മുഴുവനും ഉറക്കളച്ചിട്ട് പിറ്റേ ദിവസം വന്ന് കുളിച്ച് ഫ്രഷായി അവർ മീറ്റിംഗിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ കിടന്നുറങ്ങുന്നത്. കഴിഞ്ഞിടയ്ക്ക് സഹോദരി റോഡിലൂടെ അവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് കുത്തി മീറ്റിംഗ് സംബന്ധിക്കുക. എന്നോട് പറഞ്ഞു, വാസേ ഞാൻ റോഡിൽ നടന്നു നിൽക്കുന്നു. ഒരു സഹോദരി അർദ്ധരാത്രിയാ, താനായിരിക്കുന്ന രാജ്യത്ത് അർദ്ധരാത്രിയാ, ഉറക്കം മാറ്റി വെച്ചിട്ട് അദ്ദേഹം മീറ്റിംഗ് സംബന്ധിക്കുക. അങ്ങനെ പല പ്രിയപ്പെട്ടവരും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടും നിങ്ങൾ ഇവിടെ വരുന്നത് എങ്ങനെയാ? നടന്നു വരുന്നവരുണ്ട്, വണ്ടി വിളിച്ചു വരുന്നവരുണ്ട്, അല്ലേ? വന്നിട്ട് വെറുതെ പോകാനാണ് നഷ്ടം. ഇത്രയും ക്ലേശങ്ങളെല്ലാം സഹിച്ച് സൂമി ജോയിൻ ചെയ്തിട്ട് പ്രാപിച്ചില്ല, നഷ്ടമാർക്ക? എനിക്കൊന്നുമില്ല. ഞാൻ പ്രാപിക്കാനുള്ളത് ഞാൻ പ്രാർത്ഥന മുറി പ്രാപിച്ചു. ഞാൻ പ്രാർത്ഥന മുറി പ്രാപിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. ഇന്ന് പ്രസംഗിച്ച ദൂത് അടുത്ത ബുധനാഴ്ച പ്രസംഗിക്കത്തില്ല. അടുത്ത ബുധനാഴ്ച പ്രസംഗിക്കാൻ ഞാൻ കാണുമോ? നിങ്ങൾ പ്രസംഗിക്കാൻ നിങ്ങൾ കാണുമോ? നമുക്കറിയത്തില്ല. ഇന്ന് കിട്ടുന്ന അവസരം ദൈവസന്നിധിയിൽ പ്രാപിക്കണം. ആത്മനിറവോടെ വിളിച്ചു പറ, സ്വാതന്ത്ര്യത്തിനായിട്ട് എന്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മേൽ വാഴാനോ എന്റെ മേൽ പോരാടാനോ ഒരു ലോകാത്മാവിനും ഒരു ലോകത്തിനും ഒരു മനുഷ്യരുടെ ശക്തിക്കും അനുവാദം പോലെ എന്റെ കുടുംബജീവിതത്തെ ഭരിക്കാൻ, എന്റെ നന്മയെ ഭരിക്കാൻ, എന്റെ തലമുറകളെ ഭരിക്കാൻ, എന്റെ കുടുംബത്തെ ഭരിക്കാൻ സമയമില്ല. കാരണം ഈ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്നാ തീരത്തില്ല. ഞാൻ ആ ഭാഗം നിർത്തി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ പൗലോസ് പറയാം, ഞങ്ങളെ അല്ല പ്രസംഗിക്കുന്നത്, ക്രിസ്തു കർത്താവെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? അതാ ഞാൻ വെളിപ്പെടുത്തി. ഒന്ന്, ഈ ലോകത്തിന്റെ ദൈവം അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകൾ തുറക്കണമെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കണം. കാരണം ക്രിസ്തുവിന്റെ മുമ്പിലെ ആ ശക്തി മാറുന്നു. രണ്ട്, എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. മൂന്ന്,
ഞങ്ങൾ അനുഭവിച്ച സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. 4 സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടതായതുകൊണ്ട് അല്ലെങ്കിൽ ആ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കും. അതുകൊണ്ട് ഞങ്ങളെ പ്രസംഗിക്കുന്നില്ല, ക്രിസ്തുവിനെ. അത് കഴിഞ്ഞ് മൂന്നാമതൊരു കാര്യം കൂടെ പൗലോസ് പറയും. അതെന്താ? നമ്മൾ വായിച്ച 4:5 യേശു നിമിത്തം വായിച്ചേ, ഞങ്ങൾ യേശു നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരെന്ന് പ്രസംഗിക്കും. പൗലോസ് പറയാ, ഞങ്ങളുടെ പ്രസംഗം ഒന്ന്, ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. 2, ഞങ്ങൾ ക്രിസ്തു കർത്താവെന്ന് പ്രസംഗിക്കുന്നു. 3, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ എങ്ങനെയാ പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദാസന്മാരായിട്ട് നിൽക്കും. എങ്ങനെ പ്രസംഗിക്കുന്നത്? ദാസന്മാരായിട്ട് നിന്നാ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ദാസന്മാരായിട്ട്. മനസ്സിലായോ? അതാ പൗലോസ് അവിടെ എഴുതിയത്. ഞങ്ങളോ നിങ്ങളുടെ മുൻപിൽ ദാസന്മാരായിട്ട് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങളെക്കാട്ടിലും വില തന്നാണ്, ഞങ്ങളെക്കാട്ടിലും നിങ്ങൾക്ക് വില തന്നാണ് ഞങ്ങൾ പ്രസംഗം. അപ്പൊ നിങ്ങൾ പ്രസംഗത്തിന് വില കൊടുക്കണ്ടേ? പ്രസംഗിക്കുന്നവർക്ക് വില കൊടുക്കണ്ടേ? 2 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ നിങ്ങൾ പ്രസംഗിക്കാവോ? ഞാൻ മൈക്ക് തരാം, പ്രസംഗം വേണം എഴുതിയും തരാം. ആ പ്രസംഗം ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവദാസന്മാർ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ ഒരൊറ്റ മണിക്കൂർ നിന്ന് പ്രസംഗിക്കാമോ? ഒന്നേ പ്രസംഗിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ആ മേഖലയിൽ പോകും. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇത് എളുപ്പപ്പണിയാണ്? ഒരു സെക്ഷൻ പ്രസംഗം കഴിയുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പ്രസംഗിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതൊന്നും ഓർക്കത്തില്ല. അതെല്ലാം കൂടെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ശരീരത്തിലേക്ക് നമ്മൾ നോർമൽ കണ്ടീഷനിലേക്ക് വരും. ഭയങ്കര ബുദ്ധിമുട്ട്. സ്തോത്രം. ഒറ്റ നിൽപ്പിൽ 4 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 4 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്ന് പ്രസംഗിക്കാമോ? നടക്കത്തില്ല. പ്രസംഗിക്കുന്നവരോട് ചോദിച്ചാൽ മതി. പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് പിന്നെ അവർ അനുഭവിക്കുന്ന സ്തോത്രം. സ്തോത്രം. പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ദാസന്മാരായി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ നിങ്ങൾക്ക് വില തന്ന പ്രസംഗിക്കുന്നു. കാര്യം, ഞങ്ങൾ ദാസനും നിങ്ങൾ മക്കളുമാണ്. മനസ്സിലായോ? പ്രസംഗിക്കുമ്പോൾ ദൈവമക്കളെ എന്ന് വിളിച്ചല്ലേ പ്രസംഗിക്കുന്നു? അല്ലേ? ദൈവമക്കളെ എന്ന് വെച്ചാൽ ഞങ്ങള് മക്കളല്ലെന്നല്ല അർത്ഥം. ഞങ്ങൾ പ്രസംഗത്തിന്റെ സമയം അല്ലെങ്കിൽ ഞങ്ങൾ ശുശ്രൂഷ വേളകളിൽ നിൽക്കുമ്പോൾ ഞങ്ങളെക്കാട്ടിലും വില നിങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ദാസന്മാരായിട്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. എന്ന് വെച്ചാൽ യജമാനൻ പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ദാസൻ, വേലക്കാരൻ എന്ന് പറയും. നിങ്ങൾ ആ സമയത്ത് ആരാ? മക്കളാണോ വലുത്, വേലക്കാരനാണോ വലുത്? സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങൾ അല്ലേ, ഞാൻ അഹങ്കാരിയാണ്, നിഗളിയാണെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വില തരും? ഞാൻ അഹങ്കാരിയും നിഗളിയാണെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വില തരും? ഞാൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ മുമ്പിൽ ദാസനായി നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും വില നിങ്ങൾക്ക് തന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസംഗിക്കുന്നത്? ഞാൻ അങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം എന്താണ്? എന്നെ പ്രസംഗം പഠിപ്പിച്ചത് എന്റെ കർത്താവാ. അതാ കാര്യം. എന്നെ പ്രസംഗം പഠിപ്പിച്ചത് എന്റെ കർത്താവാ. കാരണം ഞാൻ ക്രിസ്തുവിന്റെ ജീവിതം കണ്ട് പ്രസംഗിക്കുന്നവനാ. എന്റെ കർത്താവ് തന്റെ അധികാരത്തെയോ തന്റെ അവകാശത്തെയോ അല്ല തന്റെ മഹിമാധനങ്ങളെയോ ഒന്നും മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തിറങ്ങി വന്നു. എന്റെ ഗുരു എന്റെ കർത്താവാണെന്ന് തന്റെ മഹിമാധനങ്ങളെല്ലാം പിടിച്ച് ഈ താണലോകത്തേക്ക് ദാസരൂപം എടുത്തു വന്ന ക്രിസ്തുവിന്റെ അനുയായികളാ ഞങ്ങള്. ആ ഞങ്ങൾ എങ്ങനെ ഹല്ലേലൂയ ദാസന്മാരല്ലാതെ പ്രസംഗിക്കും? കാരണം ഞങ്ങൾക്ക് ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയല്ല. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഞങ്ങൾ അങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് അംഗീകരിക്കേണ്ടത് അംഗീകരിക്കും. ദാസനാന്ന് വെച്ച് അംഗീകരിക്കാത്തൊന്നും എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചു. സ്തോത്രം. വില തരുമ്പോൾ തന്നെ അതിനനുസരിച്ച് ജീവിക്കാനും കൂടെ ദൈവമക്കൾ പഠിക്കും. അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ വില തരുന്നു. ഹല്ലേലൂയ. അപ്പൊ സകല മഹിമാധനങ്ങളും വിട്ടിട്ട് ക്രിസ്തു ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു ദാസനായി. ആ കർത്താവിനെ പ്രസംഗിക്കുന്ന ഞങ്ങൾ അങ്ങനെ പ്രസംഗിക്കണ്ടേ? ഇനിയും ഈ കർത്താവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താ? ശുശ്രൂഷിക്കപ്പെടാനല്ല കർത്താവ് വന്നേ. ആണോ? ആണോ? ആണോ സുനു? അല്ല, ശുശ്രൂഷിക്കപ്പെടാനല്ല കർത്താവ് വന്നേ. കർത്താവ് വന്നത് ശുശ്രൂഷിക്കാനാ. അല്ലാതെ ഒരു കസാര കയറി ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അങ്ങ് ശുശ്രൂഷിച്ചോ എന്ന് വിചാരിച്ചല്ല കർത്താവ് വന്നത്. കർത്താവ് ശുശ്രൂഷിക്കപ്പെടാൻ വന്നവനല്ല, കർത്താവ് ശുശ്രൂഷിക്കാൻ വന്നവനാ. കർത്താവ് ശുശ്രൂഷിച്ചില്ലേ? ദരിദ്രന്മാരെ, രോഗികളെ, പൈശാചിക ബന്ധനങ്ങളിൽ കിടന്നവരെ, എത്രയോ പുരുഷാരങ്ങളെ എന്റെ കർത്താവ് ശുശ്രൂഷിക്കും. അവസാനം പറയുന്ന ഒരു കാര്യമില്ലേ? സ്തോത്രം. അവസാനം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ശുശ്രൂഷിക്കപ്പെടാൻ വന്നവനല്ല, ശുശ്രൂഷിക്കാൻ വന്നവനാണ് ക്രിസ്തു. മറുവിലയായി കൊടുക്കാൻ വേണ്ടി വന്നവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ അനുയായികളായ ഞങ്ങൾ ദാസന്മാരായി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വില തരുന്നതിന് ഉപരി ഞങ്ങൾ നിങ്ങൾക്ക് വില തരുന്നു. അത് മനസ്സിലാക്കണേ ദൈവം. ഒരു ഗസ്റ്റ് പാസ്റ്റർ വരുമ്പോ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ ഒരു ദൈവദാസൻ വരുമ്പോ നമ്മൾ വാനോളം അവരെ പുകഴ്ത്താറുണ്ട്. പക്ഷെ ഇന്നെങ്കിലും ഒരു കാര്യം മനസ്സിലായിക്കണം, അവരെക്കാട്ടിലും വില നിങ്ങൾക്കുണ്ട്. ദൈവ മക്കൾ എന്ന് പറഞ്ഞ് ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദാസന്മാരായി നിന്നുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കുമ്പോ ഞങ്ങളെക്കാട്ടിലും വില നിങ്ങൾക്കുണ്ട് എന്ന് വെച്ച് നാളെ വരുന്ന പാസ്റ്ററിന്റെ തലേ കയറാൻ പോകരുത്. സഭാപാസ് നിന്ന് പ്രസംഗിക്കുന്ന ഉടനെ നിങ്ങളെക്കാളും വില ഞങ്ങൾക്കുണ്ടെന്ന് ബിജോ പാസ്റ്റർ പ്രസംഗിച്ചു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വലിയ ആള് കളിക്കണ്ടെന്ന് പറഞ്ഞ് പാസ്റ്ററിന്റെ ദേഹത്തും തലയിലൊന്നും കയറാൻ പോകരുത്. ഞാൻ പറഞ്ഞതിന് ഒരു ആത്മീയ അർത്ഥമുണ്ട്, അത് മനസ്സിലാക്കി. സ്തോത്രം. അപ്പൊ നിങ്ങൾക്കൊരു വില തന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അങ്ങനെ വേണം പ്രസംഗിക്കാൻ. തരേണ്ട വിലയെ തരത്തുള്ളൂ, അല്ലാത്ത വില തരത്തുള്ളൂ. പ്രാർത്ഥിക്കത്തുമില്ല, ദൈവമായിട്ട് ബന്ധവും ഇല്ല, തോന്നുന്ന പോലെ ജീവിച്ചിട്ട് വില ഇറങ്ങണമെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഇന്ന് പകൽക്കാലം അത് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. പ്രസംഗിക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹം ദാസനായി ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിലയുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങളോ നിങ്ങളുടെ മുമ്പിൽ ദാസന്മാരായിരുന്നു. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്,
ക്രിസ്തു ദാസനായി അവതരിക്കുകയും ക്രിസ്തു ശുശ്രൂഷിക്കപ്പെടാൻ വന്നതല്ല, ശുശ്രൂഷിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യുന്നു. പണ്ട് പറഞ്ഞിട്ടും തല്ലി ഓടിച്ചിട്ടും പണ്ട് പറഞ്ഞിട്ടും തല്ലി ഓടിച്ചിട്ടും പണ്ട് പറഞ്ഞും തല്ലി ഓടിച്ചിട്ടും വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ വീണ്ടും നിങ്ങളെ തേടി വരുന്നതിന്റെ കാര്യം എന്താ? ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന്, ക്രിസ്തു ദാസനായി നിന്ന് പ്രസംഗിക്കാനുള്ള ഒന്നാമത്തെ ഒരു കാരണമായി ഞാൻ പറഞ്ഞു. രണ്ടാമതൊരു കാരണമുണ്ട്, അത് പൗലോസ് തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 19-ാം വാക്യം കൊടുത്തേ. 1 കൊരിന്ത്യർ 9:19. 1 കൊരിന്ത്യർ 9:19 ഒന്ന് വായിച്ചു. 9:19. ഇങ്ങനെ ഞാൻ സ്വതന്ത്രനെങ്കിലും എന്ന് വെച്ചാൽ ഞാനിപ്പോ സ്വതന്ത്രൻ. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. ഞാൻ എന്താണ്? സ്വതന്ത്രനാണ്. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. പക്ഷേ എനിക്ക് അധികം പേരെ നേടേണ്ടതിന്. പൗലോസിന്റെ ആ ഒരു താഴ്മ കണ്ടു, പൗലോസിന്റെ ആ ഒരു സമർപ്പണം കണ്ടു. ഞാൻ സ്വതന്ത്രനാണ് എന്ന് വെച്ചാൽ ഞാൻ അടിമയൊന്നുമല്ല. ആണോ? അല്ല. നിങ്ങൾ എന്റെ അടിമയോ, ഞാൻ നിങ്ങളുടെ അടിമയല്ല. അങ്ങനെ അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യം ഇല്ല. പൗലോസിന്റെ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന്റെ സ്വത്ത് സമ്പാദിക്കാൻ അടുത്ത് ഒരു മനുഷ്യൻ വരുന്നില്ല. അതുപോലെ സമ്പാദ്യമുള്ള ഒരു ഭവനത്തിന്റെ അകത്ത് ജനിക്കപ്പെട്ടവനാ പൗലോസ്. പക്ഷെ പൗലോസ് പറയാം, ഞാൻ സ്വതന്ത്രനാണെങ്കിലും എന്ന് വെച്ചാൽ ആർക്കും ദാസനായിട്ട് വേലക്കാരനായിട്ട് ഇരിക്കേണ്ട ആവശ്യകത എനിക്കില്ല. എങ്കിൽ പോലും ഞാൻ സ്വതന്ത്രനാണെങ്കിലും അധികം പേരെ കർത്താവിലേക്ക് നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ എന്നെ തന്നെ ദാസനാക്കി. മനസ്സിലായോ? ഞാൻ എന്നെ തന്നെ എന്തിനാണ്? വല്ല വിധേന നിങ്ങൾ ക്രിസ്തുവിനെ കോരിന്ത്യ സഭയിൽ 1-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു പക്ഷഭേദം സംസാരം വന്നു. പൗലോസ് സ്നാനപ്പെടുത്തിയില്ല. ഇതായിരുന്നു വിഷയം. പൗലോസ് സ്നാനപ്പെടുത്തുന്നില്ല. അപ്പൊല്ലോസിന്റെ പക്ഷം ചേർന്ന് കുറച്ചുപേര്, പൗലോസിന്റെ പക്ഷത്ത് കുറച്ചുപേര്, പത്രോസിന്റെ പക്ഷത്ത് കുറച്ചുപേര് നിഷ്പക്ഷം. ഇങ്ങനെ കുറെ പക്ഷങ്ങൾ അവിടെ നിന്നപ്പോ പൗലോസ് പറയാ, ഞാൻ സ്നാനപ്പെടുത്താൻ വന്നവനല്ല, വല്ല വിധേനയിൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിയേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു. വല്ല വിധേനയിൽ നിങ്ങൾ ക്രിസ്തുവിനെ. പൗലോസ് അത് തന്നെയാണ് 2-ാം ലേഖനത്തിലെ ഹല്ലേലൂയ. 1-ാം ലേഖനത്തിൽ പൗലോസ് അതാണ് പറയുന്നത്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ സ്വതന്ത്രനായിട്ടും അധികം പേര് നേടേണ്ടതിന്. എങ്ങോട്ട് നേടാൻ? ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്റെ സ്വാതന്ത്ര്യമൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും ദാസനായി. അതാ തന്റെ പ്രസംഗത്തിൽ പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ നിങ്ങളുടെ മുമ്പിൽ ദാസന്മാരായിരുന്നു പ്രസംഗിക്കുന്നു. അത് ഞങ്ങൾ ദാസന്മാരാണ്. അതിന് ഞങ്ങൾ ദാസന്മാരല്ല, ഞങ്ങൾ ദാസന്മാരായത്. മനസ്സിലായോ? ഞങ്ങള് ദാസന്മാരായതാണെന്ന്. എന്തിനാ ഞങ്ങൾ ദാസന്മാരായത്? അതിലധികം പേരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ദാസനായിരുന്നു അല്ലേ? കർത്താവ് ദാസൻ. പൗലോസ് ദാസനായത് ഞാൻ പറയാം. ഞാൻ അതിനെക്കുറിച്ച് വെളിപ്പെടുത്താം.
കർത്താവ് ദാസനായിരുന്നു. എങ്ങനെ തെളിയിക്കുന്നേ? ഒറ്റ കാര്യം നോക്കിയാൽ മതി. പാദം കഴുകൽ ശുശ്രൂഷയ്ക്ക് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് കർത്താവ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാ അപ്പോസ്തലന്മാരും കണ്ണടച്ചിരിക്കുക. യോഹന്നാൻ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട്, പത്രോസ് എന്നിട്ട് വരുന്നുണ്ട്, കാല് കഴുകുന്നു. പക്ഷെ ഈ പുള്ളി പോയില്ല. എന്നാ ഞാൻ യോഹന്നാന്റെ കാലം കഴുകാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം പോയി. സ്തോത്രം. വലയം പിടിച്ചോണ്ട് നടന്നവനാ. വലയൊക്കെ പിടിച്ച് മീനെ പിടിച്ച് നടന്നവനാ. യോഹന്നാനെ നോക്കി ഏറുകണ്ടിട്ട് വരുന്നുണ്ടോ? ഏതാ കാല് കഴുകാൻ. യോഹന്നാൻ ഏറുകണ്ടിട്ട് യാക്കോബിനെ നോക്കുന്നു, കാല് കഴുകാൻ വരുന്നുണ്ടോ? എല്ലാരും വലിയ കൊമ്പന്മാരായിട്ട്, എല്ലാവരും വലിയ കൊമ്പന്മാരായിട്ട് ഇരിക്കുന്ന സമയത്ത് പത്രോസിന്റെ കാലിൽ ആരോ വെള്ളം ഒഴിച്ച് കാല് കഴിഞ്ഞു. പത്രോസ് നോക്കിയപ്പോ നല്ല സുഖം, വെള്ളം ഇങ്ങനെ കാലേ വീണ്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരാ? ഗുരു. ഗുരു 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 പെട്ടെന്ന് ചാടിയാൻ പറ്റും. ഗുരു അങ്ങനത്തെ കാര്യം യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പാദം കഴുകി, നിങ്ങൾ തമ്മിൽ പാദം കഴുകും. ഒരു ദാസനായി താഴ്മയുള്ള ഒരു മനുഷ്യനെ അത് ചെയ്യാൻ മനസ്സ് വരുന്നു. യേശു അതാണ് വെളിപ്പെടുത്തി. നിങ്ങൾ നാളെ എന്റെ ശുശ്രൂഷക്കാരായി നിൽക്കേണ്ടവരാണ്. ആ ശുശ്രൂഷക്കാരായിട്ട് നിങ്ങൾ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരു ദാസന്മാരായിട്ട് നിൽക്കണം, ഒരു താഴ്മയുള്ളവരായിട്ട് നിൽക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ പാദം കഴുകി. വചനം പച്ചയായ വചനം. മനസ്സിലായോ ദൈവം? പൗലോസ്, അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ദാസനാക്കി. അതൊന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 10-33 എന്ന് വായിച്ചേ. ഞാനോ എന്റെ ഗുണമല്ല, ഫലം രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ ഞാൻ എന്ത് ചെയ്തു? അന്വേഷിച്ചുകൊണ്ട്. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ ദാസനായി നിന്നുകൊണ്ട് പലരും രക്ഷിക്കപ്പെടേണ്ടതിന് ഞാൻ എന്റെ ഗുണമല്ല നോക്കിയേ. ആ ഒറ്റ വാക്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, പൗലോസ് സ്വയംഭൂമിയാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ SP പൗലോസ് എന്താ? സ്വയംഭൂമി ആണോ? അല്ല. അതിന്റെ തെളിവ് ഈ വാക്യം. ഞാനെന്നൊരു ഭാവം മനുഷ്യനില്ലായിരുന്നു. ഒരു ദിവസം പറയാ, ഞാൻ എന്റെ സ്വന്തം ഗുണങ്ങൾ നോക്കിയില്ല. ഇന്നത്തെ ശുശ്രൂഷകൾ എങ്ങനെയാ? സ്വന്തം ഗുണങ്ങളെ വാനോളം പുകഴ്ത്തുന്ന ശുശ്രൂഷകളാണ് ഇന്ന്. പ്രസംഗിക്കാൻ അരമണിക്കൂർ, ടെസ്റ്റിമണി പറയിപ്പിക്കാൻ 1 മണിക്കൂർ. അങ്ങനത്തെ ഒരു കാലഘട്ടമായി. ദൈവജനം പ്രസംഗിക്കുന്ന എത്ര നേരമാണ്? അരമണിക്കൂർ. ടെസ്റ്റ് മണി പറയിപ്പിക്കുന്ന എത്ര നേരമാണ്? 1 മണിക്കൂർ. എന്നാ കാര്യം? ഞാൻ ചെയ്തു എന്ന് മറ്റുള്ളവർ എന്ത് ചെയ്യണം? സ്തോത്രം. ശുശ്രൂഷ എല്ലാം ചെയ്തിട്ട് യേശുക്രിസ്തു പല അത്ഭുതങ്ങളും ചെയ്തിട്ട് കർത്താവ് പറയാ, ആരോടും പറയരുത്. പ്രാർത്ഥിച്ചവരോട് പറ, നിങ്ങൾ പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടി. എന്തിനാ പ്രാർത്ഥിക്കാത്തവര്, ഈ വിഷയം അറിയാത്തവര്, ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിരിക്കുന്നു? അതിന്റെ ആവശ്യം എന്താ? അത് പരസ്യമല്ലേ? പബ്ലിസിറ്റിക്കല്ലേ? ആള് വരാൻ വേണ്ടിയിട്ടല്ലേ? എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എന്റെ പ്രസംഗത്തിൽ സാക്ഷ്യങ്ങൾ കൂടി
ഞാൻ ഇടകലർത്തി കഴിഞ്ഞ പ്രസംഗം തീരത്തിൽ ഇഷ്ടം പോലെ സാക്ഷ്യമുണ്ട് ദൈവം ചെയ്ത വിടുതൽ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഷേർലി അസിസ്റ്റന്റിനകത്തുണ്ട്. അവര് വർക്ക് ചെയ്യുന്നിടത്ത് ടി ബി രോഗി ഉണ്ടായിരുന്നു. ഈ സഹോദരിയുടെ വേറെ സ്റ്റാഫുമാരുണ്ടായിരുന്നു. ഇവര് 3 പേരാന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ ടിവിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൂടെ 2 പേർക്കും പോസിറ്റീവാ. പക്ഷെ അദ്ദേഹത്തെ തമ്പുരാൻ നെഗറ്റീവ് ആക്കി. അദ്ദേഹത്തിന് ആ ഒരു രോഗമില്ല. തന്റെ റിസൾട്ട് ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ പറഞ്ഞത് പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട് ദൈവം ചെയ്തത്. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സ്വന്തം ഗുണങ്ങളെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലരും രക്ഷിക്കപ്പെടേണ്ടതിന് ഞാൻ മറ്റുള്ളവരുടെ ഗുണം നോക്കുന്നു. മനസ്സിലായോ? പലരും രക്ഷിക്കപ്പെട്ടതിന്റെ അകത്ത് വരാൻ ഞാൻ അവരുടെ ഗുണമാണ് നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ പൗലോസ് പറയുക, കുറ്റമല്ല കണ്ടുപിടിക്കേണ്ടത്, അവന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗുണം കാണും, അത് കണ്ടെത്താൻ കഴിയാതെ. അതാ പൗലോസ് പറയുന്നു. വായിച്ചേ. പല രക്ഷിക്കപ്പെടേണ്ടത് അവരുടെ ഗുണം തന്നെ അന്വേഷിക്കുന്നു. എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. അടുത്തത് വായിച്ചു. എന്റെ മുന്നോട്ട് വായിച്ചു, മേളിൽ കയറി വായിച്ചു. എന്റെ ഗുണമല്ല, പല രക്ഷിക്കപ്പെടേണ്ട അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ടായിരുന്നു. എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. സ്തോത്രം. അപ്പൊ പൗലോസ് പറയുക, ഞാനോ എന്റെ സ്വന്തം ഗുണങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അതിനെക്കുറിച്ചല്ല എന്ത് ചെയ്യുന്നത് ഞാൻ നോക്കുന്നത്, മറിച്ച് എന്ത് ചെയ്തു, പലരും രക്ഷിക്കപ്പെടേണ്ടത് ഞാൻ അവരുടെ ഗുണം അന്വേഷിക്കുന്നു. സ്തോത്രം. 9-ാം അധ്യായത്തെ 10 നമ്മൾ വായിച്ച 9-ാം അധ്യായം, ഞാൻ അതാ നോക്കിയത്. 9-19 മുതൽ ഒന്ന് വായിച്ചേ. അവിടെ നിങ്ങൾ 19 വായിച്ചേ. അതല്ലേ നമ്മൾ മുമ്പേ വായിച്ചേ. യെസ്, അതിന്റെ താഴോട്ട് വായിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാസനാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയാണ്. മനസ്സിലായ? അവിടെ ഞാൻ വലിയ റോമൻകാരനാന്ന് പറഞ്ഞ് കാണിക്കാൻ പോയില്ല. ഞാൻ വലിയ റോമൻകാരനാ എന്ന് പറഞ്ഞ് കാണിക്കാൻ പോയില്ല. യഹൂദന്റെ ഇടയിൽ യഹൂദനെ പോലെ. അടുത്തത്, ന്യായപ്രമാണത്തിന് കീഴെ ഉള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴെ ഉള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴെ ഉള്ളവനെ പോലെ ഞാനായെന്ന് അവരെ നേടാൻ ചെവി തുറന്ന് കേക്ക്, അവരെ നേടാൻ. അടുത്തത്, മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിലേക്ക് ന്യായപ്രമാണം ഇല്ലാത്തവരെ കൊണ്ടുവരേണ്ടതിന്, ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് ന്യായപ്രമാണം ഇല്ലാത്തവരുടെ ഇടയിൽ ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ഞാനായി. ഇതാ ദാസൻ. അടുത്തത്, ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായും
ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കട്ടോ. ഏതു വിധത്തിലും ഞാൻ എടുക്കുന്ന വഴികൾ അത് ഞാൻ നോക്കുന്നില്ല. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. മതി. ഇതാണ് ഞാൻ ദാസനായെന്ന് പൗലോസ് പറഞ്ഞു. ഞാൻ ദാസനായി നിൽക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ പൊരുളതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനെ പോലെ, ജാതികളുടെ ഇടയിൽ ജാതിയനെ പോലെ എന്ന് വെച്ചാൽ ജാതിക്കാരുടെ ഹല്ലേലൂയ ഇഷ്ടത്തിനും ആഗ്രഹത്തിനൊത്തവണ്ണം അവർ ജീവിക്കുന്നവരെ ജീവിച്ചെന്നല്ല അർത്ഥം. അവരെ നേടേണ്ടതിന് അവരിൽ ഒരാളായി നിൽക്കുന്ന ഉദ്ദേശിക്കുന്നത്. യഹൂദരെ നേടേണ്ടതിന് അവരിൽ ഒരാളായി നിന്നു. ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ പോലെ നിന്നു. ന്യായപ്രമാണത്തിൽ ഇല്ലാത്തവരെ ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ കൊണ്ടുവരേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിൽ ഇല്ലാത്തവരെ പോലെ നിന്നു. എല്ലാത്തിലും എല്ലാവരെയും നേടിയെടുക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും ദാസനായിരുന്നു. അതാ പൗലോസ്. അതാണ് പൗലോസ് 4:5 പറഞ്ഞത്, ഞങ്ങളോ നിങ്ങളുടെ മുമ്പിൽ ദാസന്മാരായി. അപ്പോൾ ഞങ്ങളെ പ്രസംഗിക്കാത്തതും ഞങ്ങൾ ക്രിസ്തുവിനെ കർത്താവെന്ന് പ്രസംഗിക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ ദാസന്മാരായിട്ട് നിന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതും ഒന്നുണ്ട്. അതെന്താ? അടുത്ത പാരഗ്രാഫിൽ പൗലോസ് അത് പറഞ്ഞു. 4:7 വായിച്ചേ. 5:7 വായിച്ചേ. സോറി, 4:7 വായിച്ചേ. നെക്സ്റ്റ് പാരഗ്രാഫ്. 2 കൊരിന്ത്യർ 2 വായിച്ച കുറുവാക്യം 5:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. രാമൻ പറ. അതാ അതിന്റെ ഉത്തരം. നീ ശ്രദ്ധിച്ചേ. ഞങ്ങളെ പ്രസംഗിക്കാതിരിക്കുന്നതും ക്രിസ്തു കർത്താവെന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തരുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് ദാസന്മാരായിട്ട് നിന്ന് എല്ലാത്തിലും എല്ലാരെയും പോലെ നിൽക്കാൻ കൃപ തരുന്നതും ഞങ്ങളുടെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി? ഞങ്ങളുടെ ഏകത്തൊരു ആത്യന്ത ശക്തിയുടെ വ്യാപാരം നടക്കുന്നുണ്ട്. ആ ആത്യന്ത ശക്തിയുടെ വ്യാപാരത്തിലാണ് ഹല്ലേലൂയ ഞങ്ങൾ ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിക്കും. മനസ്സിലായോ? ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ എന്ത് ചെയ്യണം? പാർക്കണം. ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ എന്ത് ചെയ്യണം? പാർക്കണം. പാർത്തിട്ട് ശക്തി ലഭിച്ചിട്ട് വേണം ഭൂമിയിലോ സാക്ഷിയാകാൻ. മനസ്സിലായോ? എന്തുകൊണ്ട് ശക്തി ലഭിച്ചിട്ട് പോകാൻ പറഞ്ഞത്? ഞാൻ ഈ വചനഭാഗത്ത് നിന്ന് പറയാം, ഈ ശക്തി ലഭിച്ചെങ്കിലേ നിനക്ക് നിന്നെ മരിപ്പിക്കാൻ പറ്റത്തുള്ളൂ, നിന്നെ പ്രസംഗിക്കാതിരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശക്തി ലഭിച്ചെങ്കിലേ ക്രിസ്തു കർത്താവാണെന്ന് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പറയാൻ പറ്റത്തുള്ളൂ. ഈ ശക്തി ലഭിച്ചെങ്കിലേ ദാസന്മാരായിട്ട് നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശക്തി പ്രാപിക്കാതെ പുറപ്പെടരുത്.
സ്തോത്രം. ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ടോ എന്റെ അകത്ത് ഒരു അത്യന്ത ശക്തി ഉണ്ടെന്ന്? ഇന്ന് പകൽ നിങ്ങൾ കണ്ണുകളൊന്ന് അടച്ച് ബൈബിളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അല്പനേരം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനത്തെ ഇന്ന് വരേണ്ടതിന് ഇന്ന് പകൽ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ചലിക്കട്ടെ. അത്യന്ത ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. നിന്റെ അകത്ത് ദൈവം ഭയപ്പെടുന്ന അഭിഷേകത്തിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. കണ്ടുകളുടെ ചൽപ്പനേരം എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പാട്ടുള്ളട കല്ലാത്മാവറങ്ങുന്നത്, ഡ്രമ്മുള്ളട കല്ലാത്മാവറങ്ങുന്നത്, ഇൻസ്ട്രുമെന്റ്സുള്ളട കല്ലാത്മാവറങ്ങുന്നത്, ആത്മാവിനെ പകർന്നതിന്റെ അകത്താണ്, ആത്മാവിനെ പകർന്നതിന്റെ അകത്താണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നുവരെ സ്വീകരിക്കാൻ നിന്റെ ശുശ്രൂഷയുടെ കാഴ്ചപ്പാടിനെ പ്രാപിക്കാൻ, നിന്റെ ഭവനത്തിന്റെ കാഴ്ചപ്പാടിനെ പ്രാപിക്കാൻ, നിന്റെ തലമുറകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പ്രാപിക്കാൻ, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പ്രാപിക്കാൻ ഇന്ന് പകൽക്കാലം നിന്റെ വ്യാപരിക്കേണ്ട ഒരു അത്യന്ത ശക്തിയുണ്ട്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ പകർച്ച നടക്കട്ടെ. കാഴ്ചപ്പാടുകൾക്കും ഇപ്പോഴായി പ്രാപിക്കേണ്ട സകല വൈശാലിക മൂന്ന് ഫലങ്ങളും ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ മാറി തുടങ്ങട്ടെ. ഒരത്യന്ത ശക്തിയുടെ പകർച്ച നടക്കുന്നു, ഒരത്യന്ത ശക്തിയുടെ പകർച്ച നടക്കുന്നു, ഒരത്യന്ത ശക്തിയുടെ പകർച്ച
നമ്മുടെ കണ്ണുകളെ നമുക്കാണ്, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു. ദൈവകരത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി ശുശ്രൂഷയുടെ കാഴ്ചപ്പാടെന്ന വിഷയത്തെ മുൻനിർത്തിയാണ് 2 ബുധനാഴ്ചയെ കർത്താവ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ, ഈ 2 പകലിൽ ശക്തമായ ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്. ശക്തമായ ചില വിടുതൽ ദൈവാത്മാവ് ചെയ്തു. ചിലത് കർത്താവ് ചെയ്യും. ഇന്ന് ദൈവാത്മാവ് അതിന്മേൽ തന്നെ കരച്ചലിപ്പിച്ചു. നമുക്കൊന്ന് സമർപ്പിക്കാം. വചനത്തിന്റെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു. നമ്മളെല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് Hallelujah. Thank you, Jesus. Thank you, Jesus. So, hallelujah. Glory, praise the Lord. Thank you, Jesus. Jesus.
പരിശുദ്ധാത്മാവിന്റെ സഹവാസോകാവൽ പ്രാപിച്ച സകല വിടുതന്റെ മേൽ ദൈവ ശബ്ദങ്ങളുടെ മേലും ദൂരത്തും ചാരത്തും എല്ലാ ദൈവ കുഞ്ഞുങ്ങളും ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ വരവോട് ഉണ്ടായിരിക്കുവാൻ